ഹായ്, ഇന്ന് നമ്മൾ എഗ് റൈസ് ആണ് ഉണ്ടാക്കാൻ പോകണം. അതിന് എഗ്ഗ്, അതുപോലെ സബോള, വെളുത്തുള്ളി, വേപ്പില, ഇഞ്ചി, ആവശ്യത്തിന് പച്ചമുളക്. അപ്പം ഇതെല്ലാം കൂടി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ അടുപ്പത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നു. സവോള വേഗം വേവാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് ചേർക്കുന്നു. അതിനുശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, ഉപ്പ്, ഈ ഒരു 4-5 കൂട്ടം ഇത് പാത്രത്തിലാക്കി മാറ്റി വയ്ക്കുന്നു. അത് നന്നായിട്ട് മുരിഞ്ഞു വരുന്ന സവോളയിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കുന്നു. ഇങ്ങനെ ഇളക്കുമ്പോൾ നന്നായിട്ട് മൂത്ത് വരണം. അതിനുശേഷം ഞാൻ എഗ്ഗ് ചേർക്കുന്നു. കോഴിമുട്ടയാണ് ചേർക്കുന്നത്. 3 എണ്ണമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇത് ചേർക്കുമ്പോൾ തീ നന്നായി കുറച്ച് വെച്ചിട്ട് ഒഴിക്കുകയാണ് നല്ലത്. അപ്പോൾ അല്ലെങ്കിൽ അത് നന്നായിട്ട് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഈ ഒരു പരിവാവും. അതിനുശേഷം നമ്മൾ ചോറ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ചോറ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യോ ഡാൽഡയോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. നല്ല മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ എഗ് റൈസ് റെഡി.